പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനിത സ്വപ്നയെ മഞ്ജുവിനെ കൊണ്ട് തന്നെ വിലങ്ങണിയിപ്പിക്കുകയാണ്. എന്നിട്ട് സ്വപ്ന കരുതുന്നത് മഞ്ജു ദേഷ്യം തീർക്കുകയാണെന്നാണ്. അങ്ങനെ ഇതെല്ലാം ചെയ്തതും എൻ്റെ കാറിൽ മയക്കുമരുന്ന് വെച്ചതും എല്ലാം തന്നെ ഈ പോലീസുകാർ തന്നെയാണെന്നാണ് സ്വപ്ന വിചാരിക്കുന്നത്. അങ്ങനെ മഞ്ജുവിനെ വെല്ലുവിളിക്കുകയാണ് സ്വപ്ന. നിനക്കുള്ളത് ഗിരിയേട്ടൻ വന്നാൽ നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ മഞ്ജു പറയാൻ ഒരുങ്ങുന്നുണ്ട്. സ്വപ്നെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് പറയുമ്പോഴൊന്നും സ്വപ്ന അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ അനിത ദേഷ്യപ്പെട്ട് മഞ്ജുവിനോട് പറയുകയാണ്, ഇങ്ങനെയാണോ പോലീസുകാരിയായിട്ട് നീ ചെയ്യേണ്ടത്? ഒരു പ്രതിയെ എങ്ങനെയാണ് കസ്റ്റഡിയിൽ എടുക്കുന്നത് അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞ് സ്വപ്നയെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുകയാണ് കേട്ടോ. അപ്പോൾ അനിത സ്വപ്നയുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. മഞ്ജുവിനോട് സ്വപ്ന ദേഷ്യപ്പെട്ട് ഭീഷണിപ്പെട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ, ഒരു പോലീസുകാരിയെ നീ നടു റോട്ടിൽ വെച്ച് ഭീഷണിപ്പെടുത്തുന്നോടി എന്ന് പറഞ്ഞിട്ടാണ് അനിത സ്വപ്നയെ അടിക്കുന്നത്. എന്നിട്ട് ബിജിക്കുട്ടനും അനിതയും കൂടി സ്വപ്നയെ കൂട്ടി പോലീസ് ജീപ്പിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ മഞ്ജു അരവിന്ദാക്ഷൻ സാറിനോട് ചോദിക്കുകയാണ്, സ്വപ്നയെ എന്ന് പറയുന്ന സമയത്ത് അരവിന്ദാക്ഷൻ സാറ് പറയണേ, ഇതിലിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, മയക്കുമരുന്ന് കേസാണ്. അപ്പോൾ നീ മറ്റുള്ള പ്രതികളോട് പെരുമാറുന്നത് പോലെ തന്നെയാണ് നമുക്ക് സ്വപ്നയോടും പെരുമാറാൻ കഴിയുകയുള്ളൂ. മയക്കുമരുന്ന് കേസായതുകൊണ്ട് ഒന്നും ചെയ്യാനും കഴിയില്ല എന്ന് പറഞ്ഞ് അരവിന്ദാക്ഷൻ സാറ് ജീപ്പിലേക്ക് കയറുകയാണ് കേട്ടോ. ഈ സമയം മഞ്ജു വെപ്രാളം പിടിച്ചുകൊണ്ട് ഗിരിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഗിരിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയാട്ടോ. അങ്ങനെ അനിത ദേഷ്യപ്പെടുകയാണ്. എന്താണ് മഞ്ജു നീ അവിടെ കാണിക്കുന്നത്? ഇങ്ങനെയാണോ ഒരു പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്? ഈ വരുന്നുണ്ടെങ്കിൽ വായോ എന്ന് പറയാണ്. അപ്പോൾ മഞ്ജു പെട്ടെന്ന് തന്നെ ജീപ്പിലേക്ക് കയറുകയാണ് കേട്ടോ. എന്നിട്ട് സ്വപ്നയും കൂട്ടി നേരെ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അനിത സ്വപ്നയെ ഒരു തള്ളങ്ങ് വെച്ചു കൊടുക്കാൻ കേട്ടോ സ്റ്റേഷനിലെ ഉടനെ തന്നെ. എന്നിട്ട് സ്വപ്നയോട് ചോദിക്കുകയാണ്, എനിക്ക് മയക്കുമരുന്ന് വിൽക്കാനൊക്കെ ഇത്രക്ക് തൻ്റെ ഇടമോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ സ്വപ്നയെ അടിക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ സ്വപ്ന പറയുകയാണ്, വെറുതെ എന്നെ പോലീസുകാരൊക്കെ കൂടി കള്ളക്കേസിൽ കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ ഇത്രയ്ക്ക് അഹങ്കാരമോ എന്ന് ചോദിച്ച് അനിത വീണ്ടും സ്വപ്നയെ അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ മഞ്ജു പറയാണ്, പ്ലീസ് സാർ, അവൾ കുറ്റക്കാരിയാണെന്ന് പോലും തെളിഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് വെറുതെ മൂന്നാം മുറ ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഫ്രാൻസിസ് ഇത് കേട്ടോണ്ട് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ് മഞ്ജുവിനോട്, ഇങ്ങനെയല്ലല്ലോ മഞ്ജു നീ ശാലിനിയോടും സഞ്ജുവിനോടൊക്കെ പെരുമാറിയുന്നത്, നീ അവർ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞിട്ടല്ലല്ലോ അവരോടൊക്കെ പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ അനിത മഞ്ജുവിനോട് പറയാണ്, ഞാൻ ഡ്യൂട്ടിക്കിടയിൽ നീ എന്നെ എന്തെങ്കിലും ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പോലീസുകാരിയാണെന്ന് നോക്കുകയില്ല. ഇവളെ കൊണ്ട് സത്യം പറയിപ്പിക്കാനൊക്കെ എനിക്കറിയാം. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ളതും എനിക്കറിയാം. ഇവൾക്ക് നല്ല ഇടി കിട്ടിയാൽ ഇവൾ എല്ലാ സത്യവും തുറന്നു പറയുമെന്ന് പറഞ്ഞ് അനിത സ്വപ്നയെ സെല്ലിനകത്താക്കുകയാണ് കേട്ടോ. എന്നിട്ട് ലാത്തി ഉപയോഗിച്ച് തലങ്ങും വിലങ്ങും സ്വപ്നയെ അടിക്കുകയാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ മഞ്ജുവിന് കഴിയുന്നില്ല കേട്ടോ. അനിതയുടെ ദേഷ്യം തീരുന്നത് വരെ സ്വപ്നയെ അടിക്കുകയാണ്. മഞ്ജുവിനോടുള്ള പകയാണ് അനിത സ്വപ്നയിൽ തീർക്കുന്നത്. എന്നിട്ട് സെല്ലിനകത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങിയ അനിതയുടെ കയ്യിലുള്ള ലാത്തി മഞ്ജുവിൻ്റെ നേരെ ആ ദേഷ്യം തീർത്തും കൊണ്ട് നിലത്തേക്ക് ഒരു വലിച്ചെറിയുകയാണ്. എന്നിട്ട് അനിത പോയി കഴിഞ്ഞ ശേഷം മഞ്ജു സെല്ലിനകത്തേക്ക് കയറി സ്വപ്നയ്ക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് സ്വപ്നയോട് ചോദിക്കുകയാണ്, ഇനിയെങ്കിലും സത്യം പറ, ആരാണ് നിന്നെ ആ കാറിൽ മയക്കുമരുന്ന് വെച്ചത് എന്നൊക്കെ ചോദിച്ചറിയുമ്പോൾ സ്വപ്നം മനസ്സിൽ ചിന്തിക്കുകയാണ്, സഞ്ജുവിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജുവിനെ കൂടി ഇവർ പ്രതിയാക്കും, അതുകൊണ്ട് തൽക്കാലം ഒന്നും മിണ്ടണ്ട എന്ന് മനസ്സിൽ കരുതുക കേട്ടോ. എന്നിട്ട് മഞ്ജു വീണ്ടും ചോദിക്കുകയാണ്, ഇപ്പോഴെങ്കിലും നീ സത്യം പറഞ്ഞോ, അത് ആരാണ് നിനക്ക് ആ കാറ് തന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ ഒരു കൂട്ടുകാരി തന്നതാണെന്ന് പറയട്ടോ. ആ മഞ്ജു പറയണേ, ഞങ്ങൾ അതിൻ്റെ നമ്പർ പ്ലേറ്റ് പ്രകാരം എല്ലാം അന്വേഷിച്ചു, അതൊരു ക്രിമിനലിൻ്റേതാണ്, അയാൾ മയക്കുമരുന്ന് സംഘത്തിലെ ഒരു പ്രതി കൂടിയാണ്, നിനക്ക് എങ്ങനെ ആ കാറ് കിട്ടിയത്, ഏത് കൂട്ടുകാരിയാണ് എന്നൊക്കെ ചോദിക്കുകയാണ്. നീ എന്നോട് എന്തെങ്കിലും സത്യം പറഞ്ഞാൽ മാത്രമാണ് എനിക്ക് നിന്നെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഇത് മയക്കുമരുന്ന് കേസാണ്, ഇതിൽ ഒരിക്കലും തലയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഊരിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്, പുറം ലോകം പോലും കാണുകയില്ല എന്ന് പറയണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ സ്വപ്നയ്ക്ക് അങ്ങ് പേടിയാവുകയാണ് കേട്ടോ. അപ്പോൾ സ്വപ്ന ആ സമയത്ത് ചിന്തിക്കുകയാണ്, സഞ്ജയ് ആ കാറിൻ്റെ കീ കൊടുത്തതും ഇതെൻ്റെ ഒരു കൂട്ടുകാരൻ്റേതാണെന്ന് പറഞ്ഞതൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ സഞ്ജു എന്നുള്ള പേര് സ്വപ്ന മഞ്ജുവിനോട് പറയുകയാണ്. അപ്പോൾ മഞ്ജു പറയണം, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുള്ളതല്ലേ അവൻ നിന്നെ ചതിക്കുമെന്നുള്ളത്, നീ അത് കേട്ടില്ല, ഇപ്പോൾ കണ്ടില്ലേ അവൻ ചതിച്ചത് എന്ന് പറയുമ്പോൾ അതിന് സഞ്ജു ഒന്നുമല്ല അതിൽ മയക്കുമരുന്ന് വെച്ചത്, നിങ്ങൾ പോലീസുകാരാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ പോലീസുകാരാണോ എന്നുള്ളത് നീ എങ്ങനെ അറിഞ്ഞു? പോലീസുകാർ പരിശോധിച്ച് അത് കണ്ടുപിടിച്ചത് നിനക്കും അറിയാവുന്നതല്ലേ, നീ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി വെറുതെ ഓരോന്ന് പറയണ്ട. സഞ്ജയ് നിന്നെ ചതിക്കുമെന്ന് ഞാൻ നിന്നോട് പല തവണ പറഞ്ഞതാണ്, പക്ഷെ നീ അതൊന്നും കേട്ടില്ല. ഞാൻ നിന്നെ രക്ഷപ്പെടുത്താനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് മഞ്ജു നേരെ ഗിരിയുടെ ഫോൺ
ഫോണിലേക്ക് വിളിക്കാൻ കേട്ടോ. അപ്പോഴും ഗിരിയുടെ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. ഈ സമയം ഗോപാൽജിയും ചാച്ചുവും ശാലിനിയും സഞ്ജയും കൂടി സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ സഞ്ജയ്ക്കിനെ ചതിച്ചത് കൊണ്ട് വല്ലാത്ത കുറ്റബോധമുണ്ട് കേട്ടോ. അങ്ങനെ ചാച്ചു സംസാരിക്കുകയാണ്, എന്തായാലും അവൾ ഇനി പുറം ലോകം കാണാൻ പോകുന്നില്ല, ഇനി സഞ്ജയുടെ ജീവിതത്തിലേക്ക് അവൾ വരികയുമില്ല എന്ന് പറയട്ടോ. അപ്പോൾ ശാലിനി പറയണേ, ഇവനെന്താ മിണ്ടാതെ നിൽക്കുന്നത്, ഇവന് നല്ല കുറ്റബോധമുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയട്ടോ. ഗോപാൽജി പറയണേ, എന്താടാ സഞ്ജു, നീ എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു കുറ്റബോധവുമില്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് നന്ന്, നിനക്ക് എന്നെ അറിയാവുന്നതല്ലേ, നീ എങ്ങാനും ഇനി അവളെ രക്ഷപ്പെടുത്താനൊന്നും നോക്കാൻ നിൽക്കണ്ട, എന്നെ നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ സഞ്ജയ് പറയണേ, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ശാലിനി പറയണേ, നീ അവളെ ചതിച്ചതാണെന്നുള്ളത് ഇപ്പോൾ അവൾക്ക് വ്യക്തമായിട്ടുണ്ടാവും, ഇനി നീയുമായിട്ട് ഒരു ബന്ധത്തിനും അവൾ വരില്ല, അതോടുകൂടി നിന്റെ മേലിൽ നിന്നും സ്വപ്നയുടെ ശല്യം ഇല്ലാതാവുകയും ചെയ്തു എന്ന് പറയുന്ന സമയത്തൊക്കെ സഞ്ജയ്ക്ക് വിഷമം വരുന്നുണ്ട്. സഞ്ജയ് അപ്പോഴും മിണ്ടാതെ നിൽക്കുകയാണ്. അങ്ങനെ അവർ സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് ഗിരി വരുന്നത്. എന്നിട്ട് ഗിരി പറയുകയാണ്, ഇതാണ് നമ്മുടെ പുതിയ ഹോട്ടലിൻ്റെ പ്ലാന് എന്ന് പറഞ്ഞ് ഗോപാൽജിക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഗോപാൽജി ചോദിക്കുകയാണ്, മോനെ ഗിരി, നീ ഇപ്പോൾ ഒന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എന്താ ഗോപാൽജി എന്ന് ചോദിക്കുമ്പോൾ, സ്വപ്നയെ മയക്കുമരുന്ന് കേസിൽ പ്രതിയായി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമോ. എന്ത് എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാനൊന്നും അറിഞ്ഞില്ല, അപ്പോൾ നിന്നെ മഞ്ജു ഇതൊന്ന് വിളിച്ച് പറഞ്ഞില്ലേ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ ശാലിനി എരിപിരി കയറ്റാൻ വേണ്ടി പറയുകയാണ്, അതിന് മഞ്ജു എങ്ങനെ വിളിക്കും, മഞ്ജു അല്ലേ സ്വപ്നയെ വിലങ്ങ് വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്, പിന്നെ എങ്ങനെയാണ് അവൾ വിളിക്കുക, അവൾ സ്വപ്നയോടുള്ള പക തീർത്തതാണ് എന്ന് പറയട്ടോ. അപ്പോൾ നീ എന്താ മോനെ ഇതൊന്നും അറിഞ്ഞില്ലേ, നിന്നെ വിളിച്ച് അവൾ പറഞ്ഞില്ലേ എന്ന് വീണ്ടും ഗോപാൽജി ചോദിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫോൺ അതിന് സ്വിച്ച് ഓഫ് ആയി, എന്നാൽ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ വേണ്ടി നോക്ക്, സ്വപ്നയെ നമുക്ക് എത്ര വില കൊടുത്തിട്ട് വേണമെങ്കിലും പുറത്തിറക്കണം, എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ ചെയ്തിരിക്കും, ഞാൻ എനിക്ക് പരിചയമുള്ള മന്ത്രിമാർക്കും എല്ലാം വിളിച്ച ശേഷം സ്വപ്നയെ നമുക്ക് ഒരു പോറലും കൂടാതെ പുറത്തിറക്കണം എന്ന് പറയാണ് ഗോപാൽജി. അങ്ങനെ നല്ലവനായിട്ട് ഗിരിയുടെ മുന്നിൽ സംസാരിക്കാൻ കേട്ടോ. അങ്ങനെ ഗിരി പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. എന്നിട്ട് സ്റ്റേഷനിലേക്ക് ദേഷ്യപ്പെട്ട് വരികയാണ്. അപ്പോൾ അവിടെ ഒരു കോൺസ്റ്റബിൾ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ടേബിളിൽ അങ്ങ് ശക്തിയായിട്ട് കൈ അടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എവിടെയാണ് സ്വപ്ന എവിടെയെന്ന് ചോദിക്കുമ്പോൾ, സ്വപ്ന ഗിരിയേട്ട എന്ന് പറഞ്ഞങ്ങ് വിളിക്കുകയാണ് കേട്ടോ സെല്ലിനകത്ത് നിന്നും. അപ്പോഴത്തേക്കും അവിടേക്ക് അനിതയും ഫ്രാൻസിസും വരികയാണ്. മഞ്ജു ഉണ്ടാവും. മോളെ, നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, എന്നെ ഇവരടിച്ചു ഗിരിയേട്ട എന്ന് പറയുമ്പോൾ, നീ ഒരു കുഴപ്പവും കൂടാതെ നിന്നെ ഞാൻ പുറത്ത് കൊണ്ടുവരും, ആരാണ് നിന്നെ അടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അനിത പറയണം, ഞാനാണ് അടിച്ചത്, എന്താ എന്നെ അടിക്കണമെന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ പെങ്ങളെ അടിച്ചവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയട്ടോ. എങ്കിൽ അതൊന്ന് കാണല്ലോ, പോലീസുകാരിയെ അടിക്കാനുള്ള ധൈര്യമൊക്കെ നിനക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. നിന്നെ കണ്ടാൽ ഒരു ഗുണ്ടയുടെ ലുക്കൊക്കെ ഉണ്ടല്ലോ എന്ന് ഗിരിയോട് അനിത പറയാണ്. അങ്ങനെ എന്നാൽ നമുക്കൊന്ന് കൈ നോക്കാം എന്ന് പറഞ്ഞ് അനിതയെ അടിക്കാൻ വേണ്ടിയിട്ട് ഗിരി ഓങ്ങുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും മഞ്ജു വന്ന് തടയുകയാണ്. അപ്പോൾ വീണ്ടും അനിത ഗിരിയോട് മുട്ടാൻ വേണ്ടി ചെല്ലുമ്പോൾ ഫ്രാൻസിസ് ചെവിയിൽ സ്വകാര്യം പറയുകയാണ് കേട്ടോ, വേണ്ട, അവനോട് വെറുതെ മുട്ടാൻ നിൽക്കണ്ട, ഇപ്പോൾ 2 ദിവസം മുന്നേ അവൻ്റെ ഇടി കിട്ടിയ ശേഷം ഒരു പോലീസ് കണ്ണ് തുറന്നത് തന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ബോധം വന്നത് തന്നെ. അപ്പോൾ നിന്നെ അവൻ്റെ ഒരു കൈക്ക് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് മിണ്ടാതെ നിന്നോ എന്ന് പറയട്ടെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ അനിതയ്ക്ക് ഒന്ന് പേടിയാവുകയാണ്. അപ്പോൾ അനിത പറയണേ, ഞാൻ നിന്നെ ഇപ്പോൾ കൈ വെക്കാത്തത് ഫ്രാൻസിസ് സാറ് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ വെറുതെ വിടുന്നത് എന്ന് പറഞ്ഞ് അനിത അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ രവിന്ദാക്ഷൻ സാറ് അവിടേക്ക് വരികയാണ്. എന്നിട്ട് മഞ്ജുവിനോട് ചോദിക്കുകയാണ്, നീ സ്വപ്നയെ അറസ്റ്റ് ചെയ്ത സമയത്ത് നീ എന്നോടൊന്ന് വിളിച്ചു പറഞ്ഞത് പോലും ഇല്ലല്ലോ, നീ അവളോടുള്ള ദേഷ്യം തീർക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, എന്ത് ഗിരിയേട്ടൻ ഇങ്ങനെ പറയുന്നത്, ഞാൻ എത്ര നേരമായി ഗിരിയേട്ടനെ വിളിക്കുന്നു, പക്ഷേ ഗിരിയേട്ടൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയല്ലേ, പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും. അപ്പോൾ ഗിരി പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കുകയാണ്. അപ്പോൾ അത് ഓഫ് ആകുകയാണെന്നുള്ളത് മഞ്ജുവിൻ്റെ മുന്നിൽ പറയുന്നില്ല കേട്ടോ. എന്നിട്ട് മഞ്ജു പറയണേ, ഇവിടെ നിന്ന് കൂടുതൽ സംസാരിക്കുന്നതിലും ഭേദം എളുപ്പം പോയി മുകുന്ദനോട് കാര്യം എന്നിട്ട് സ്വപ്നയെ ജാമ്യത്തിൽ ഇറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേ എന്ന് പറയണ. അങ്ങനെ ഗിരി പോകുന്ന സമയത്ത് അരവിന്ദാക്ഷൻ സാറിനോട് പറയുന്നുണ്ട്, എൻ്റെ പെങ്ങളെ അടിച്ചവളെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല സാറേ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഗിരി പോകുന്നത്. എൻ്റെ പെങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ ഉറപ്പുണ്ട്. മഞ്ജു, നിന്നോട് അവൾ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന് ഇങ്ങനെ അവളോട് പ്രതികാരം ചെയ്യരുത് എന്ന് പറയട്ടോ. അപ്പം മഞ്ജു പറയണേ,
എന്താ ഗിരിയേട്ടൻ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല നീ ഒരു കാര്യം മനസ്സിലാക്കണം, സ്വപ്ന ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇപ്പോൾ മഹിമയാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതെങ്കിൽ നീ അത് വിശ്വസിക്കുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് സ്വപ്ന അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പെങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നുള്ളത് എനിക്ക് 100% വിശ്വാസമാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഗിരി അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഗിരി നേരെ വക്കീലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഈ സമയം വക്കീലിൻ്റെ അടുത്തേക്ക് മഹിമ ചെല്ലുകയാണ്. അപ്പോൾ ഗൗരിയമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇവിടെ ഇല്ല, അമ്മയ്ക്ക് ഷൂട്ടിംഗ് ഉണ്ട്, അവിടേക്ക് പോയിരിക്കുകയാണെന്ന് പറയാട്ടോ. അപ്പോൾ നമ്മൾ രണ്ടുപേരും തനിച്ചാണല്ലോ ഈ വീട്ടിൽ വക്കീലെ എന്ന് പറയുമ്പോൾ നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് എന്ന് പറയട്ടോ. ഈ വക്കീലിന് എന്താ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള സ്വഭാവമൊന്നും ഇല്ലല്ലോ, പെട്ടെന്നൊക്കെ റൊമാൻസ് വരുമോ എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ, ഇല്ല 2 ദിവസം മുന്നേ തന്നെ പറഞ്ഞു വെച്ചിട്ടാണല്ലോ റൊമാൻസ് വരാറുള്ളത് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പുഞ്ചിരിക്കുകയാണ് കേട്ടോ, തമാശകൾ പറഞ്ഞിട്ട്. അപ്പോഴാണ് ഗിരി അവിടേക്ക് വരുന്നത്. ഗിരി വരുന്നുണ്ടല്ലോ എന്ന് വക്കീൽ പറയണ. അപ്പോൾ ഗിരി വെപ്രാളം പിടിച്ച് വരുന്നത് കാണുമ്പോൾ എന്താ ഗിരി എന്ന് ചോദിക്കുമ്പോൾ, സ്വപ്നയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, സ്വപ്ന ഇപ്പോൾ ലോക്കപ്പിലാണെന്ന് പറയുമ്പോൾ എന്തിനെന്ന് ചോദിക്കേണ്ട, മയക്കുമരുന്ന് കേസിലാണ് അവളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, അവൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ മഹിമ പറയാൻ കഴിയില്ല, അവൾക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് അവൾ എന്തും ചെയ്യുമെന്ന് പറയുമ്പോൾ ഗിരി പറയണേ, നിന്നോടൊക്കെ പല ദ്രോഹങ്ങളും അവൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്ന് കരുതിയിട്ട് ഒരിക്കലും സ്വപ്ന ഇങ്ങനെ ചെയ്യില്ല, അത് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുമ്പോൾ വക്കീൽ പറയണേ, ഇല്ല എനിക്കും അറിയാം സ്വപ്ന ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, അവൾ നല്ല ബുദ്ധിയുള്ളവളാണ്, പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരം ഒരു പ്രവൃത്തിയൊന്നും സ്വപ്ന ചെയ്യില്ല, എന്തായാലും എത്രയും പെട്ടെന്ന് അവളെ ജാമ്യത്തിലെടുക്കാനുള്ള ഏർപ്പാട് ചെയ്യുക എന്ന് പറയട്ടോ. അപ്പോൾ ഗിരിയോട് പറയണേ, നീ വീട്ടിലേക്ക് പോ, എന്നിട്ട് അമ്മയെ സമാധാനപ്പെടുത്ത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം, എന്തായാലും കോടതിയിൽ ഹാജരാക്കട്ടെ, ആ സമയത്ത് നമുക്ക് ജാമ്യമെടുക്കാം എന്ന് പറയണം. അങ്ങനെ ഗിരി പോവുകയാണ് കേട്ടോ. അപ്പോൾ മഹിമ പറയണ, അല്ല ഈ കേസ് വാദിക്കാനാണോ വക്കീലിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ നിനക്ക് താല്പര്യമില്ലേ എന്ന് ചോദിക്കട്ടെ. എനിക്കൊരു കുഴപ്പവുമില്ല, പക്ഷേ അവളുടെ സ്വഭാവത്തിന് കുറച്ച് അകത്ത് കിടക്കണമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോൾ, എത്ര തന്നെ ശത്രുവാണെങ്കിലും ഇങ്ങനെ ചെയ്യാത്ത കാര്യത്തിന് ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല, അവൾ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് തന്നെ ഉറപ്പുണ്ട്, പിന്നെ എൻ്റെ ഔദാര്യത്തിൽ അവൾ പുറത്തിറങ്ങുമ്പോൾ അത് എനിക്ക് കൂടി ഒരു അഭിമാനമല്ലേ, അവൾ എന്നെ അത്രമാത്രം അധികം പുച്ഛിച്ചിട്ടുണ്ട്, അപ്പോൾ എൻ്റെ കാരുണ്യം കൊണ്ട് അവൾ പുറത്തിറങ്ങുമ്പോൾ അത് എനിക്ക് കൂടി ഒരു അഭിമാനവും അന്തസ്സുമല്ലേ എന്ന് പറയട്ടോ. എനിക്ക് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ മഹിമയെ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊരു കുഴപ്പവുമില്ല, അവളെ പുറത്തിറക്കാനുള്ള കാര്യങ്ങളൊക്കെ വക്കീൽ ചെയ്തേക്ക് എന്ന് പറയണേ. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവാൻ നോക്ക്, അല്ല എന്നുണ്ടെങ്കിൽ മഞ്ജുവിനിപ്പോൾ അവിടെ ചെന്നാൽ അവളെ കുറ്റപ്പെടുത്താനാണ് എല്ലാവരും നോക്കുകയുള്ളൂ, നീ അവിടേക്ക് ചെന്നോ എന്ന് പറഞ്ഞ് മഹിമയെ പറഞ്ഞയക്കുകയാണ് കേട്ടോ. അടുത്ത എപ്പിസോഡിൽ മഞ്ജു വീട്ടിലെത്തുന്ന സമയത്ത് ഗിരിയും മഹിമയും ഭാനുഅമ്മയും ഉണ്ട്. എന്നിട്ട് ഭാനുഅമ്മ ചോദിക്കുകയാണ്, എന്തായി, എൻ്റെ മോളെ അറസ്റ്റ് ചെയ്തപ്പോൾ നിനക്ക് സമാധാനമായോ, അവളുടെ അച്ഛനെ കാട്ടിയതുപോലെ അവളെ ആ സെല്ലിനകത്തിട്ട് തൂക്കിക്കൊന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇത് പോലീസുകാരുടെ കുഴപ്പമല്ല, അവൾ ഓടിച്ചുകൊണ്ട് വന്ന കാറിൽ നിന്നുമാണ് ഈ മയക്കുമരുന്ന് കിട്ടിയിട്ടുള്ളത്, അവളുടെ കൂട്ടുകാരിയാണ് അവൾക്ക് ഈ കാറ് കൊടുത്തത് എന്നാണ് പറഞ്ഞത്, എന്തായാലും അവൾ നിരപരാധിയാണെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവളെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കാനുള്ള ഏർപ്പാട് ഞങ്ങൾ ചെയ്യുമെന്ന് പറയട്ടോ. അങ്ങനെ ഇനി ഗിരിയോട് മഞ്ജു സത്യങ്ങൾ പറയുന്നുണ്ട്, സ്വപ്നയെ ചതിച്ചത് സഞ്ജയ് ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സത്യം അറിഞ്ഞ ഗിരി നേരെ സഞ്ജയെ കാണാൻ വേണ്ടി ഗോപാൽജിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അലറിങ്ങോണ്ട് വിളിക്കുന്നുണ്ട് കേട്ടോ, സഞ്ജയ് മര്യാദക്ക് പുറത്തിറങ്ങി വായോ എന്ന് പറഞ്ഞ് ഗോപാൽജിയുടെ വീട്ടിൽ ചെന്ന് ഗിരി പരിസരം മറന്നുകൊണ്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അങ്ങനെ സഞ്ജയെ കണ്ട ഉടനെ തന്നെ ഗോപാൽജിയുടെ മുന്നിൽ വെച്ച് ഗിരി ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. സഞ്ജയ് പറയാണ്, എനിക്കറിയില്ലായിരുന്നു ഇത് എൻ്റെ കൂട്ടുകാരൻ്റേതാണ് എന്നൊക്കെ പറഞ്ഞ് വഴുതി മാറാൻ ശ്രമിക്കുകയാണ് കേട്ടോ. പക്ഷേ സഞ്ജയാണ് ഇതിൻ്റെ പിറകിലെന്നുള്ളത് മഞ്ജുവിനും ഗിരിക്കും മനസ്സിലാവുകയാണ്. ഇനി സ്വപ്നയെ മുകുന്ദൻ്റെ സഹായത്തോടെ പുറത്തിറക്കുകയാണ് കേട്ടോ. മുകുന്ദനാണ് സ്വപ്നയെ ജാമ്യത്തിൽ ഇറക്കുന്നത്. ഭാനുമ്മ സ്റ്റേഷനിലേക്ക് സ്വപ്നയെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിതയും അവിടെ ഉണ്ടാവും. എന്നിട്ട് എൻ്റെ മോളെ അടിച്ച പോലീസുകാരി ആരാണെന്നുള്ളത് ഭാനുമ്മ ചോദിക്കുകയാണ്. എന്നിട്ട് അനിതയുടെ നേരേക്ക് കൈ ഓങ്ങുകയാണ് കേട്ടോ. ഭാനുമ്മ എൻ്റെ മോളെ അടിക്കാൻ മാത്രം നീ ആയോ എന്ന് ചോദിച്ചു ഭാനുമ്മ അനിതയുടെ കോളറയിൽ കയറി പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനിതയ്ക്ക് ഭാനുമ്മയോട് ദേഷ്യം വന്നിട്ട് ഭാനുമ്മയെ അടിക്കാൻ വേണ്ടി അങ്ങ് ഒരുങ്ങുകയാണ്. അപ്പോഴത്തേക്കും മഞ്ജു അനിതയുടെ കൈ അങ്ങ് പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയണ, തൊട്ടു പോവരുത്, ഏടത്തിൻ്റെ അമ്മയുടെ പ്രായമുള്ള ആളെ അടിക്കാൻ ഓങ്ങുന്നത് അത് ശരിയല്ല, പിന്നെ ആ അമ്മയുടെ വിഷമം സ്വന്തം മകളെ ഇങ്ങനെ ഒരു പരുവത്തിൽ കണ്ടാൽ
ഏത് അമ്മയും ചെയ്യുന്നതേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ സ്വപ്ന തെറ്റുകാരിയല്ല എന്നുള്ളത് മേഡത്തിനും ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. ഇത് സ്വപ്നയെ ചതിച്ചതാണെന്നുള്ളതും നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പിന്നെ എന്തിനാണ് വെറുതെ അവരോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നുള്ള ചോദ്യമൊക്കെ മഞ്ജു അനിതയോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ പോയി കഴിഞ്ഞ ശേഷം സ്വപ്നയെ അനിത വീണ്ടും നന്നായിട്ട് തന്നെ സെല്ലിനകത്തിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. ഇനി സ്വപ്ന പുറത്തിറങ്ങിയ ശേഷം ഗിരിയുടെ കയ്യിൽ നിന്നും അനിതയ്ക്ക് ഒരു ഒന്നൊന്നര പണി തന്നെയാണ് കേട്ടോ കിട്ടാൻ കിടക്കുന്നത്. സ്വപ്നയോട് ചെയ്തതിനെല്ലാം തന്നെ അനിതയെ കൊണ്ട് കണക്ക് പറയിപ്പിക്കുക തന്നെ ചെയ്യും ഗിരി.